എറണാകുളം DC പ്രസിഡന്റ് പറഞ്ഞത് മുഖ്യമന്ത്രി എറണാകുളം ജില്ലക്കാരനാണെന്നാണ്. അപ്പം ഇംഗ്ലീഷ് തിരിച്ചു പറഞ്ഞത് രമേശ് ചെന്നിത്തല കേരളത്തിൽ നിന്നുള്ള നേതാവാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ മുഖ്യമന്ത്രി ചർച്ചയിലേക്ക് കടന്നു കോൺഗ്രസ് അതിലേക്ക് കടന്നിട്ടില്ല. അതിനൊക്കെ ഞങ്ങൾക്ക് ചില സംവിധാനങ്ങളുണ്ട്. 4-ാം തീയതി കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. എന്നാലും ഇത്തവണ അതായത് നിർജീവമായി കിടന്ന ഒരു പാർട്ടിയെ കഴിഞ്ഞ പ്രതിപക്ഷത്ത് പോലും ഉണ്ടോ എന്ന് സംശയം തോന്നിയിരുന്ന ഒരു പാർട്ടിയെ സജീവമാക്കി നിർത്തിയത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ഇടപെടലുകളാണ്. സ്വാഭാവികമായും ഒരു അദ്ദേഹത്തിനൊരു ഇതുണ്ടാവില്ലേ? അല്ല, അതൊക്കെ കോൺഗ്രസ് പാർട്ടി എടുക്കേണ്ട തീരുമാനമാണ്. അതുകൊണ്ട് ഞാൻ ഏകോപക്ഷമായിട്ടുള്ള അഭിപ്രായങ്ങൾ ആരും പറയുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. മാത്രമല്ല, അങ്ങനെ ചർച്ചയിലേക്ക് പോകുന്നതിന് ശരിയല്ല. ജനം എന്ത് പറയും? ഇവരെ ഞങ്ങൾ വിശ്വസിച്ച് ജയിപ്പിച്ചിട്ട് ഇതാ തുടങ്ങി എന്ന് പറയുന്ന ഒരവസ്ഥ ആരും ഉണ്ടാക്കരുത്. അത്രേ പറയുന്നു. തീർച്ചയായിട്ടും അങ്ങനെ പറയിക്കാൻ പാടില്ല. മാത്രം കേന്ദ്രീകരിച്ചാണ് CPM-ന്റെ എല്ലാ ഇലക്ഷനും നടന്നത്, പ്രത്യേകിച്ച് ഈ 2 ഘട്ടങ്ങളിലായി നടന്നത്. ഇത്തവണ CPM-ന്റെ സൈബർ പോരാളികൾ വരെ പറയുന്നത് അത് ശരിയായിരുന്നില്ല, വേറൊരു മുഖം വേണമായിരുന്നു എന്നുള്ളതാണ്. അതാണോ നിങ്ങൾക്ക് നേട്ടമാകുന്നത്? അല്ല, ഞങ്ങൾക്ക് എല്ലാ നേട്ടമുണ്ട്. ക്യാപ്റ്റൻ പ്രയോഗം മുതൽ മുഖ്യമന്ത്രിയുടെ ആസ്ഥാനത്തുള്ള ചില പ്രയോഗങ്ങൾ വരെ UDF-ന് നേട്ടമായിട്ടുണ്ട്. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. വി.ഡി. സതീശൻ രാഷ്ട്രീയ വനവാസത്തിന് പോവുകയാണെങ്കിൽ അതിനുള്ള സംവിധാനം വനംവകുപ്പ് ഒരുക്കും എന്നാണ് AK ശശീന്ദ്രൻ. അല്ല, അദ്ദേഹത്തിന് ഇനി ആ വകുപ്പ് ഭരിക്കേണ്ട ഭാഗ്യം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഇന്നലെ എറണാകുളം DC പ്രസിഡന്റ് പറഞ്ഞത് മുഖ്യമന്ത്രി എറണാകുളം ജില്ലക്കാരനാണെന്നാണ്. അപ്പം ഇംഗ്ലീഷ് തിരിച്ചു പറഞ്ഞത് രമേശ് ചെന്നിത്തല കേരളത്തിൽ നിന്നുള്ള നേതാവാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ മുഖ്യമന്ത്രി ചർച്ചയിലേക്ക് കടന്നു കോൺഗ്രസ് അതിലേക്ക് കടന്നിട്ടില്ല. അതിനൊക്കെ ഞങ്ങൾക്ക് ചില സംവിധാനങ്ങളുണ്ട്. 4-ാം തീയതി കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. എന്നാലും ഇത്തവണ അതായത് നിർജീവമായി കിടന്ന ഒരു പാർട്ടിയെ കഴിഞ്ഞ പ്രതിപക്ഷത്ത് പോലും ഉണ്ടോ എന്ന് സംശയം തോന്നിയിരുന്ന ഒരു പാർട്ടിയെ സജീവമാക്കി നിർത്തിയത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ഇടപെടലുകളാണ്. സ്വാഭാവികമായും ഒരു അദ്ദേഹത്തിനൊരു ഇതുണ്ടാവില്ലേ? അല്ല, അതൊക്കെ കോൺഗ്രസ് പാർട്ടി എടുക്കേണ്ട തീരുമാനമാണ്. അതുകൊണ്ട് ഞാൻ ഏകോപക്ഷമായിട്ടുള്ള അഭിപ്രായങ്ങൾ ആരും പറയുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. മാത്രമല്ല, അങ്ങനെ ചർച്ചയിലേക്ക് പോകുന്നതിന് ശരിയല്ല. ജനം എന്ത് പറയും? ഇവരെ ഞങ്ങൾ വിശ്വസിച്ച് ജയിപ്പിച്ചിട്ട് ഇതാ തുടങ്ങി എന്ന് പറയുന്ന ഒരവസ്ഥ ആരും ഉണ്ടാക്കരുത്. അത്രേ പറയുന്നു. തീർച്ചയായിട്ടും അങ്ങനെ പറയിക്കാൻ പാടില്ല. ആരാണ് എക്സോർവേ അതെനിക്കും ബാധകം. ഇന്നലെ ഒരു പ്രധാനപ്പെട്ട കാര്യം വന്നത് ഈ വൈറൽ താരം മൊണാലിസയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഇന്നലെ മധ്യപ്രദേശ് പോലീസ് ഒരു പോക്സോ കേസെടുത്തിട്ടുണ്ട്. അതിൽ നാഷണൽ ST കമ്മീഷന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് തിരുവനന്തപുരത്ത് ഹാജരാക്കിയ ജനറൽ സർട്ടിഫിക്കറ്റ് വ്യാജമായിരുന്നു. യഥാർത്ഥ രേഖപ്രകാരം ഈ കുട്ടിക്ക് വിവാഹം നടക്കുമ്പോൾ 16 വയസ്സ് മാത്രം ഉണ്ടായിട്ടുള്ളൂ എന്നാണ്. അന്ന് കല്യാണത്തിന് എല്ലാ പിന്തുണ കൊടുക്കാനും അത് നടത്തിക്കൊടുക്കാനും എല്ലാം മുന്നിട്ടിറങ്ങിയ മന്ത്രി V. ശിവൻകുട്ടി, ഗോവിന്ദ മാഷ്, റഹീം ഉൾപ്പെടെ ആരും തന്നെ ഇപ്പം മിണ്ടുന്നില്ല, പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല, പെട്ടുപോയെന്ന അവസ്ഥയിലായിരിക്കുന്നത്. എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത്? അല്ല, അതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കേണ്ടതാണ്. അത് അങ്ങനെ പ്രായപൂർത്തിയായിട്ടില്ലേ എന്നൊക്കെ പരിശോധിക്കാൻ ചില സംവിധാനങ്ങളുണ്ടല്ലോ. അത് അന്വേഷിച്ചിട്ട് നടപടിയെടുക്കേണ്ടത് ഗവൺമെൻറ്റാണല്ലോ. ഗവൺമെൻറ് തീരുമാനമെടുക്കണം. അതിൻ്റെ ഇപ്പോൾ മധ്യപ്രദേശ് സർക്കാരാണ് കേസെടുത്തിട്ടുള്ളത്. മധ്യപ്രദേശ് സർക്കാർ ഈ വിവാഹത്തിന് എതിരായിരുന്നു. അതാണോ യാഥാർത്ഥ്യം? അതോ ഇതിൻ്റെ ഒറിജിനൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ടൊരു അന്വേഷണം നടത്താതെ നമ്മൾ ചാടിക്കയറി അഭിപ്രായം പറഞ്ഞത് ശരിയല്ല. ഒരു ആവേശം കാണിച്ചെടുത്തിയാണിത്. അല്ല, ഗോവിന്ദ മാഷ് ഇലക്ഷൻ പ്രമാണിച്ചൊരു ആവേശം കാണിച്ചായിരിക്കാം. പക്ഷേ നമ്മൾ ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ എല്ലാ വശങ്ങളും പരിശോധിക്കണം. 4 വോട്ടിന് വേണ്ടി ചാടി കയറി അഭിപ്രായം പറയരുത്. ഇതെല്ലാം അപകടം പിടിച്ച പോക്കാണ്. ഇതൊരു സമുദായത്തിന് വിശ്വാസത്തിലെടുക്കാതെ ആ സമുദായത്തിൽ ഒരു പരിഷ്കാരവും ഒരു ഗവൺമെന്റും വരുത്താൻ പാടില്ല. അത് ഞാൻ ജ്യോത്സ്യനല്ല.